Hello, welcome to KR Food and Travel Vlog. ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ ബിന്ദു. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മത്തി തിളപ്പിച്ചത്. കേട്ടിട്ടില്ല, മത്തി തിളപ്പിച്ചത്. മത്തി കറിയുന്നത് കേട്ടിട്ടുണ്ട്, അതുപോലെ മത്തി തിളപ്പിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചൊർക്കയും തക്കാളിയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സാധാരണ മത്തിക്കറി വയ്ക്കുമ്പോൾ നമ്മൾ കുടംപുളിയാണ് ഇടുന്നത്. പുളിയില്ല, ഈ കറിക്ക് തക്കാളിയും ചൊർക്കയാണ്. അപ്പം മത്തി തിളപ്പിച്ചതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: മത്തി 1 കിലോ എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു സവോള, ഒരു 3 പച്ചമുളക്, ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉലുവ, ഉപ്പ്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്, 1.5 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ നമുക്ക് നമ്മുടെ മത്തി തിളപ്പിച്ചത് തുടങ്ങാം. മത്തി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കഴുകുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത്, മത്തി നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നുറുക്കരുത്, നീളത്തിൽ വെച്ചിട്ട് തന്നെ അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് നമ്മൾ ഈ മൺചട്ടിക്കകത്തൊന്ന് നന്നായിട്ട് തേച്ച് എടുക്കണം. അപ്പോഴത്തേക്ക് അതിലിരിക്കുന്ന ഉളുമ്പ് അത് നന്നായിട്ട് പോവും. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം മാത്രമേ മത്തി മുറിക്കാവൂ. അങ്ങനെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ്. നമുക്ക് തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ വെച്ച് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇത് നമ്മുടെ ഉലുവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ള. ഇനി ഇതിലേക്ക് നേരത്തെ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചെറുതായിട്ട് കൊത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ കുറച്ച് എണ്ണ ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ ഇത് കാണാം എത്ര എണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ. തീയൊന്ന് കുറച്ച്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവോള ഇതിലേക്ക് ചേർക്കാം. ഈ ചൂടിൽ തന്നെ നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തോളാം. 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച 3 പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, തീയൊന്ന് കുറച്ച് വെച്ചിട്ടാണ് പൊടികൾ ഇടേണ്ടത്, അല്ലേ പൊടിയെല്ലാം കഴിയുന്നത്. ഇനി ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഇപ്പോൾ ചേർത്ത വെള്ളവും നമ്മൾ ചേർത്ത മസാലകളും ഒന്നും തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലോട്ട് വിനാഗിരി ചേർക്കുന്നത്. നേരത്തെ ഉള്ളി മൂപ്പിച്ചപ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അവസാനം നോക്കാം. ഇനി ഇതൊന്ന് തിളക്കിയിട്ട് തീ കൂട്ടി കറി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി, കറി തിളയ്ക്കുന്നുണ്ട്. നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഒന്ന് കുറച്ച് കൊടുക്കാം, ഒരു സ്ലോ ഫ്ലെയിമിലിട്ടേക്കാം. ഇപ്പം നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട് ഈ തിളച്ച കറിയിലേക്ക്. ഇനി ഇത് നമുക്കൊന്ന് ഈ മീനിൻ്റെ കഷ്ണങ്ങളിൽ ഈ അരപ്പൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ചെറിയ തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ഞാൻ 4 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു,
അത് ഇതിലോട്ട് നിരത്തി കൊടുക്കാം. അതായത് ഈ തക്കാളി ഞാനിങ്ങനെ ഈ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് സ്ലൈസായിട്ട് അത് ഓരോന്നായിട്ട് ഈ മീനിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ പിടിക്കും. 1 കിലോയ്ക്ക് 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മീൻ വേഗം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ തക്കാളി ഇനിയിപ്പോൾ ചെറിയ തീയിലിരുന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം മീനിലോട്ട് ഇറങ്ങും. പിന്നെ ഒരുപാട് വെള്ളമാകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വെള്ളം നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതായത് തക്കാളിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ചെറിയ തീയിൽ നിന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ ഗുണങ്ങളെല്ലാം മീനിലേക്ക് ഇടാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മത്തി തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം മീൻ വെന്തോന്ന് അറിയാനായിട്ട് മുകളിൽ വെച്ചിരുന്ന തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനും വെന്ത് കഴിഞ്ഞ് നമ്മളെ മീൻ തിളപ്പിച്ചത്, നമ്മുടെ മത്തി തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മത്തി തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ്. ചുമ്മാ ഇങ്ങനെ എടുത്ത് ഒഴിക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്കൊരാൾക്ക് മത്തി തിളപ്പിച്ചത് കഴിക്കാവുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെ കഴിക്കാം. ചപ്പാത്തി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ എല്ലാം ഈ മത്തിക്കറി കഴിക്കാം. ഇത് സെർവ് ചെയ്യുന്നത് നമുക്ക് ചോറ് ആയാലും ചപ്പാത്തി ആയാലും കപ്പ. നമ്മുടെ ഈ മത്തി തിളപ്പിച്ച് പ്രത്യേകത ഈ തക്കാളി, ഒരു തക്കാളി 1 കഷ്ണം മീനും, ഇങ്ങനെയാണിത് സെർവ് ചെയ്യുന്നത്. 1 കിലോ മത്തിക്ക് ഞാൻ 4 തക്കാളിയെ എടുത്തിട്ടുള്ളത്. ഇതേ നമ്മുടെ മത്തി തിളപ്പിച്ച റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് ഇനിയും കാണാം.